വിശാലമായ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ എന്നുള്ള ജിജ്ഞാസ എല്ലാ കാലവും മനുഷ്യനുണ്ട്. അകലെ കാണുന്ന നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുമ്പോഴും പര്യവേഷണം നടത്തുമ്പോഴും അതിനെല്ലാം അടിസ്ഥാനം മറ്റെവിടെയെങ്കിലും ജീവനുണ്ടോ എന്നറിയാനുള്ള ഈ കൗതുകം തന്നെയാണ്. എന്നാൽ ഭൂമിയിലിരുന്ന് നമുക്ക് തോന്നുന്ന ഇതേ കൗതുകം മറ്റൊരു നക്ഷത്രത്തിലിരുന്ന് ഭൂമിയെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കാണില്ലേ? ഈ ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സമീപകാലത്ത് ഒരു പഠനം നടന്നു. ആർ വി വിസിബിൾ ടു അഡ്വാൻസ്ഡ് ഏലിയൻ സിവിലൈസേഷൻ അഥവാ വികസിത അന്യഗ്രഹ നാഗരികതകൾക്ക് നമ്മെ കാണാനാകുമോ എന്ന തലക്കെട്ടിൽ ആക്ട ആസ്ട്രോനോട്ടിക്കയുടെ 2024 മാർച്ചിലേക്കുള്ള പതിപ്പിന്റെ പിയർ റിവ്യൂഡ് പേപ്പറിലാണ് ഈ റിപ്പോർട്ടുള്ളത്. പഠനരചയിതാവും സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇന്റലിജൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസർച്ച് അഫിലിയേറ്റുമായ ഒസ്മാനോവ് പറയുന്നതനുസരിച്ച് നമ്മുടേതിനേക്കാൾ മികച്ച സാങ്കേതിക വിദ്യയുള്ള അതിവേഗം പുരോഗമിച്ച അന്യഗ്രഹ നാഗരികത ഇതിനകം തന്നെ ഭൂമിയെയും അതിൽ വസിക്കുന്ന മനുഷ്യരെയും കണ്ടിരിക്കാം. കാരണം നമ്മൾ ഭൂമിയിൽ നിന്നും അയച്ചിട്ടുള്ള റേഡിയോ തരംഗങ്ങൾ വിദൂര ഗ്രഹങ്ങളിൽ എത്തിയിട്ടുണ്ടാകും. എന്നാൽ ബഹിരാകാശം വളരെ വലുതായതിനാൽ ഈ സിഗ്നലുകൾ അവിടെ എത്താൻ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങളെടുക്കും. അതിനാൽ അന്യഗ്രഹ ജീവികൾ നമ്മെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും അവർ ഇപ്പോൾ കാണുന്നത് നമ്മുടെ വർത്തമാന കാലമാവില്ല, മറിച്ച് ഭൂതകാലമായിരിക്കുമത്രേ. വികസിത അന്യഗ്രഹ നാഗരികതകൾ അവരുടെ ഒപ്റ്റിക്കൽ ഇന്റർഫെറോമെട്രിയും മെഗാ ടെലസ്കോപ്പുകളും ഉപയോഗിച്ച് നമ്മുടെ ഭൂതകാലത്തെ കണ്ടെത്തിയിട്ടുണ്ടാകുമെന്നതിന്റെ സാധ്യതയാണ് ഗവേഷണ പ്രബന്ധത്തിൽ രചയിതാക്കൾ പങ്കുവച്ചിട്ടുള്ളത്. പ്രബന്ധം പറയുന്നത് ഇങ്ങനെയാണ്: അന്യഗ്രഹ ജീവികൾ നമ്മെ നിരീക്ഷിക്കുകയും ഭൂമിയിലുടനീളമുള്ള പ്രധാന ലാൻഡ് മാർക്കുകളിലൂടെ നമ്മെ പിന്തുടരുകയും ചെയ്യുന്നുണ്ട്. ആയിരക്കണക്കിന് പ്രകാശവർഷം അകലെയിരുന്ന് അവർ അവരുടെ അൾട്രാ അഡ്വാൻസ്ഡ് ടെലസ്കോപ്പുകൾ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ ഭൂമിയിൽ എന്ത് നടക്കുന്നുവെന്ന് കാണാൻ അവർക്ക് കഴിയില്ല. പ്രകാശം ബഹിരാകാശത്ത് സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം കാരണം അവർ കാണുന്ന കാഴ്ചയ്ക്ക് ഏറ്റവും കുറഞ്ഞത് 3000 വർഷമെങ്കിലും പഴക്കമുണ്ടാകാം. അതിനാൽ മിക്കവാറും റോമാക്കാർ, ഗ്രീക്കുകാർ, ഈജിപ്തുകാർ എന്നിവരുടെ കാലത്ത് ഭൂമിയിൽ നിർമ്മിച്ച കെട്ടിടങ്ങളും ഘടനകളുമായിരിക്കാം അന്യഗ്രഹത്തിലുള്ളവർ ഇപ്പോൾ കാണുക. എങ്കിലും വിപുലമായ സാങ്കേതിക പുരോഗതി കൈവരിച്ച അന്യഗ്രഹ സമൂഹങ്ങൾക്ക് ഈ പ്രശ്നത്തെയും മറികടന്ന് റിയൽ ടൈം വിവരങ്ങൾ അറിയാൻ കഴിയുമെന്നും പ്രബന്ധം പറയുന്നു. ലോ ഓഫ് ഫിസിക്സ് പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഒരേപോലെ പ്രവർത്തിക്കുന്നു എന്ന ചിന്തയിൽ നിന്നും ഭൗതികശാസ്ത്ര നിയമങ്ങൾ തന്നെയാണ് ശാസ്ത്രജ്ഞർ ഈ ആശയത്തെക്കുറിച്ച് പഠിക്കാനും എടുത്തിരുന്നത്.